ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ കഴിഞ്ഞ ഹദീസിന്റെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട രണ്ട് ഹദീസുകൾ നാം ചർച്ച ചെയ്തു. ഒന്ന് ഇസ്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൽ 5 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്ന് സാക്ഷ്യം വഹിക്കുക. അതുപോലെ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുക. നിസ്കാരം നിർത്തുക, സക്കാത്ത് കൊടുത്തു വീട്ടുക, റമളാൻ മാസം നോമ്പ് നോൽക്കുക. പിന്നീട് രണ്ടാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരെയും ഉമ്മയുടെ വയറ്റിൽ ആദ്യം നുത്ഫത്തായിട്ട്, ബീജമായിട്ട്, പിന്നീട് രക്തക്കട്ടയായിട്ട്, പിന്നെ മാംസപിണ്ഡമായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടും. അങ്ങനെ 4-ാമത്തെ മാസത്തിൽ മലക്ക് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് വന്നുകൊണ്ട് ആ കുട്ടിയിൽ റൂഹൂതുകയും 4 കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കപ്പെടുകയും ചെയ്യും. 4 വാചകങ്ങളെ കൊണ്ട്. ഒന്ന്, റിസ്കിനെ രേഖപ്പെടുത്താൻ. അതുപോലെ അവന്റെ അവധി, അവൻ എത്ര കാലം ജീവിക്കുമെന്നും രേഖപ്പെടുത്താൻ. മറ്റൊന്ന്, അവന്റെ കർമ്മം, അവൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യും, ഇതൊക്കെ രേഖപ്പെടുത്താൻ. അതുപോലെ അവൻ പരാജിതനാണോ വിജയിയാണോ എന്ന് രേഖപ്പെടുത്താൻ. അപ്പോൾ അവൻ പരാജയപ്പെട്ടവനാണോ അതല്ല വിജയിച്ചവനാണോ എന്നെല്ലാം ഉമ്മയുടെ വയറ്റിൽ വെച്ച് തീരുമാനിക്കും. അപ്പോൾ അവിടെ ഒരാൾ സംശയം ചോദിച്ചിരുന്നു, അപ്പോൾ ആ വിധി പിന്നീട് മാറ്റപ്പെടുമോ? അപ്പൊ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, അള്ളാഹുവിന്റെ വിധി 2 രൂപത്തിലുണ്ട്. മുബറമായ ഖളാ, അതുപോലെ മുഅല്ലഖായ ഖളാ. ഇങ്ങനെ 2 വിധിയാണ് അള്ളാഹു തആലക്കുള്ളത്. മുബറമായ ഖളാ എന്ന് പറഞ്ഞാൽ മാറ്റം സംഭവിക്കാത്ത വിധിക്കാണ് മുബറമായ ഖളാ എന്ന് പറയാം. അത് അള്ളാഹുവിന്റെ അടുക്കൽ ലൗഹുൽ മഹ്ഫൂലിൽ രേഖപ്പെടുത്തപ്പെട്ട ഖളാ ആണ് മുബറമായ ഖളാ എന്നാൽ. എന്നാൽ രണ്ടാമത്തെ ഒരു ഖളാ ഉണ്ട്, മുഅല്ലഖായ ഖളാ എന്ന് പറയും. അത് കാര്യങ്ങളുമായി ബന്ധിച്ച വിധി, അതായത് മലക്കുകളുടെ കൈവശത്തിലുള്ള, മലക്കുകളെ അടുക്കലുള്ള വിധി, അതിനാണ് മുഅല്ലഖായ ഖളാ എന്ന് പറയുക. അപ്പൊ ആ മുഅല്ലഖായ ഖളാ ആണ് ഗർഭാശയത്തിൽ വെച്ച് ഈ മലക്ക് നടപ്പിലാക്കിയത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് അവനിക്ക് കിതാബ് നൽകുമ്പോൾ അവന് സ്വർഗത്തിലേക്ക് അടുത്തവനായിരിക്കും. ആ സമയം ഇനി ഒരു മുയം മാത്രമേ സ്വർഗത്തിലേക്ക് അടുക്കാൻ സമയമുള്ളൂ. ആ സമയത്ത് അവൻ നരകക്കാരുടെ അമൽ ചെയ്ത് നരകത്തിലേക്ക് പോകും. അതുപോലെ അവൻ നരകത്തിലേക്ക് അടുക്കാൻ ഒരു മുയം മാത്രം ബാക്കിയുള്ളൂ. ആ സമയത്ത് അവൻ സ്വർഗക്കാരുടെ അമൽ ചെയ്തുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് പോകും എന്നും ആ ഹദീസിലൂടെ നാം പറഞ്ഞു. അപ്പൊ ഒന്ന്, ഇസ്ലാം കാര്യങ്ങൾ 5 ചർച്ച ചെയ്തു. മറ്റൊന്ന്, ഒരു മനുഷ്യന്റെ ഉത്ഭവം, അവന്റെ ജനനത്തിന്റെ ഉത്ഭവം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും അവൻ എന്തെല്ലാം ചെയ്യുമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എന്നും ചർച്ച ചെയ്തു. ഇന്ന് ഇൻഷാ അല്ലാഹ് നാം പ്രധാനപ്പെട്ട 2 ഹദീസുകളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നാം ചർച്ച ചെയ്യുന്ന ഹദീസ്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അപ്പോൾ മൻ അഹദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും ഒരു കാര്യം പുതുതായി കൊണ്ടുവന്നാൽ, അപ്പൊ ദീനിന്റെ വിഷയത്തിൽ ആരെങ്കിലും ഒരു കാര്യം പുതുതായി നിർമ്മിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? തള്ളപ്പെടേണ്ടതാണ് എന്ന ഹദീസ്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ, മാ ലൈസ മിൻഹു, അതിൽ പെട്ടതല്ലാത്തൊരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അത് തള്ളപ്പെടേണ്ടതാണ്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അവർ ചെയ്തതല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. പിന്നീട് അതിൻ്റെ ഭാഗത്ത് പറയുന്നത് മൻ അമില, അതേ അർത്ഥത്തിൽ വരുന്ന ഹദീസ് തന്നെയാണ്. മൻ അമില അമലൻ, ഒരു പ്രവർത്തനം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ലൈസ അലൈഹി അംറുന, നമ്മുടെ തീരുമാനം അതിൻ്റെ മേലിലല്ല. അപ്പൊ നമ്മുടെ തീരുമാനമില്ലാത്തൊരു പ്രവർത്തനം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് സ്വീകരിക്കാൻ പറ്റുകയില്ല. അപ്പൊ റിപ്പോർട്ട് ചെയ്തത് അൻ ഉമ്മിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീനാണ് എന്ന്. നബി തങ്ങൾ പറഞ്ഞല്ലോ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി മുഅ്മിനീങ്ങളെ കൊണ്ട് അവരുടെ സ്വന്തം ശരീരത്തെക്കാളും ഏറ്റവും ബന്ധപ്പെട്ടവരാ. എന്നിട്ട് പറയുന്നുണ്ട് വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, നബി തങ്ങളെ ഭാര്യമാര് ഉമ്മഹാത്തുഹും, അവരുടെ ഉമ്മമാരാണ്. അതാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മ. ആ ഉമ്മയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അതായത് ഉമ്മു അബ്ദില്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് മക്കളില്ല. പിന്നെന്തുകൊണ്ടാണ് ഉമ്മു അബ്ദില്ല, അബ്ദില്ല എന്നവരുടെ ഉമ്മ എന്ന് പറഞ്ഞത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലെ, എൻ്റെ കൂടെ ഉള്ള എല്ലാവർക്കും ഓരോ പേരുകളുണ്ട്, ഉമ്മു സലമ, ഉമ്മു ഹബീബ, അങ്ങനെ ഓരോ പേരുകളുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ സഹോദരിയുടെ മകൻ അബ്ദുല്ല എന്നവരുടെ പേര് ചേർത്തുകൊണ്ട് നീ പേര് വിളിച്ചോ. അപ്പൊ സഹോദരിയുടെ മകൾ, സഹോദരിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ് ആയിഷ ബീവി. അപ്പൊ ആയിഷ ബീവിയോട് പറയാണ്, നിങ്ങളുടെ സഹോദരിയുടെ മകന്റെ പേര് കൂട്ടി വിളിച്ചോ, ഉമ്മു അബ്ദില്ല. അതാണ് ഉമ്മു അബ്ദില്ല, അതായത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന്. ആയിഷ എന്ന വാക്കിന്റെ അർത്ഥം ജീവിക്കുന്നവൾ, അല്ലെങ്കിൽ നല്ല സൗഭാഗ്യവതിയായ ജീവിതം നയിക്കുന്നവർ എന്നൊക്കെയാണ് ആയിഷ എന്നതിന്റെ അർത്ഥം. അപ്പൊ ആയിഷ ബീവി പറയാണ്, മൻ അഹദസ ഫീ അംരിന, നമ്മുടെ കാര്യത്തിൽ, ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഒരു പുതുതായ കാര്യം കൊണ്ടുവന്നാൽ, മാലൈസ മിൻഹു, ദീനിൽ പെട്ടതല്ലാത്തൊരു കാര്യം കൊണ്ടുവന്നാൽ, ഫഹുവ റദ്ദുൻ, അതെന്താണ്, ഒഴിവാക്കേണ്ടതാണ്, തള്ളേണ്ടതാണ്. റവാഹുൽ ബുഖാരി വ മുസ്ലിമും. എന്നിട്ട് മൻ അമില അമലൻ, ഒരു പ്രവർത്തനം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ലൈസ അലൈഹി അംറുന, നമ്മുടെ തീരുമാനം അതിൻ്റെ മേലെയല്ല, ആ പ്രവർത്തനം അത് തള്ളപ്പെടേണ്ടതാണ്, അത് സ്വീകരിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഈ രണ്ട് ഹദീസുകളും ഒരേ ആശയത്തിലുള്ള ഹദീസുകളാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് നൽകുന്ന പാഠെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അനുഷ്ഠിച്ചിട്ടില്ലാത്ത, പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോട്, അതുപോലെ സ്വഹാബത്തിന്റെ ചര്യയോട് എതിരാകുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കും. ആ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കും. അത് എന്തല്ല, ബിദ്അത്തല്ല. ബിദ്അത്താണെന്ന് ചോദിച്ചാൽ ബിദ്അത്ത് 2 രൂപത്തിലുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബിദ്അത്തിനെ 2 രൂപത്തിൽ എണ്ണിയിട്ടുണ്ട്. ബിദ്അത്തുൻ ഹസന, ബിദ്അത്തുൻ സയ്യിഅ, നല്ല ബിദ്അത്ത്, അതുപോലെ ചീത്ത ബിദ്അത്ത്, ഇങ്ങനെ 2 ബിദ്അത്തായിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എണ്ണിയിട്ടുണ്ട്. അതിൽ ഹസനായ ബിദ്അത്തിൽ പെട്ടതാണ് തറാവീഹ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബിതങ്ങൾ തറാവീഹ് നിസ്കാരം റമദാനിൽ മുഴുവനും ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്,
എന്റെ ഉമ്മത്തിന്റെ മേൽ ഈ തറാവീഹ് നിസ്കാരം ഫർലാക്കപ്പെടുമെന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് റമദാൻ മുഴുക്കയും ജമാഅത്തായി നിസ്കരിക്കാതിരുന്നത്. പിന്നീട് സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും, അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജമാഅത്തായി നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത കാര്യമാണ്. ആ കാര്യത്തെ സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹു പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിനെ സംബന്ധിച്ച് ബിദ്അത്തുൻ ഹസന എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ബിദ്അത്ത് എന്ന് വരുമ്പോൾ അതൊക്കെ എന്താണ്, ഓരോ നമ്മുടെ ഇബാദത്തുകളിലാണ്. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കലുണ്ട്, നമ്മളെ എന്താണ് ബിരിയാണി തിന്നാൻ പറ്റുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബിരിയാണി തിന്നിട്ടാണോ, അല്ലെങ്കിൽ നബി തങ്ങളുടെ കാലത്ത് നാം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള പള്ളികളുണ്ടോ, അല്ലെങ്കിൽ നാം ഓടിക്കുന്ന വാഹനം പോലത്തെ വാഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? അതൊക്കെ എന്താണ്, നമ്മുടെ ജീവിത ഉപാധികളാണ്. അതെന്തിൽപ്പെട്ടതല്ല, ഈ പറഞ്ഞ വിഷയത്തിൽപ്പെട്ടതല്ല എന്ന് ചുരുക്കം. പിന്നീട് ഇതിൽ പറയുന്ന രണ്ടാമത്തെ ഹദീസ്, അൽ ഹദീസു സാദിസു അൻ അബി അബ്ദി ദില്ലാഹി നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുമാ, നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസിലൂടെ പറയുന്നത് ഹലാലി എന്നുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് വ്യക്തമായി മനസ്സിലാകും, എന്നാൽ ഹറാമു വ്യക്തമാകും. എന്നാൽ ഈ ഹറാമാണെന്നോ അതല്ല ഹലാലാണെന്നോ തിരിച്ചറിയാത്ത കാര്യങ്ങളുണ്ട്. അതിനാണ് മുസ്തബിഹായ കാര്യങ്ങൾ, തിരിച്ചറിയാത്ത. അല്ല, ഹലാലാണെങ്കിൽ നമുക്കത് ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ ഹറാമും അത് ചെയ്യേണ്ട, അതിൽ നിന്ന് വിട്ട് നിൽക്കാം. എന്നാൽ ഈ രണ്ടെണ്ണത്തിന്റെയും ഇടയിൽ തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. നബി തങ്ങൾ പറയുന്നത് ലാ യഅലമുഹുന്ന കസീറുൻ, അധികരിച്ച ആളുകൾ എന്താവൂല, അതിനറിയൂല. ജനങ്ങളിൽ നിന്ന് അധികരിച്ച ആളുകൾ എന്താവൂല, അറിയൂല. അപ്പൊ ഒരാൾ ഈ സംശയമുള്ള കാര്യങ്ങൾ ഒരാൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ ദീനിനെയും അവന്റെ അഭിമാനത്തെയും സംരക്ഷിച്ചിരിക്കുന്നു. ഇനി ഒരാള് സംശയമുള്ള കാര്യങ്ങളിൽ ആണ്ട് വീണു, അവനിക്കത് ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമാണ്. അങ്ങനത്തെ ഒരു കാര്യത്തിൽ അവൻ വീണ് കഴിഞ്ഞാൽ അവൻ എന്താണ്, ഹറാമിൽ സംഭവിച്ചിരിക്കുന്നു, വീണിരിക്കുന്നു എന്നാണ് വിധങ്ങൾ പറഞ്ഞത്. അതിന് ഉദാഹരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു രൂപത്തിലുള്ള ഒരു ഉദാഹരണം നിബിധങ്ങൾ പറയുന്നുണ്ട്. കറാഴി, ഒരു മേക്കുന്ന ആളെ പോലെ. അയാളെന്താവുന്നു, മേക്കുന്നു ഹൗലൽ ഹിമ, ഈ പുൽമേടുകളൊക്കെ ഉള്ള സ്ഥലം, അതിനെ ചുറ്റും എന്തുണ്ട്, മതിലുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ സ്ഥലത്തെന്താവുന്നു, അദ്ദേഹത്തിന്റെ ആടുകളൊക്കെ എന്താണ്, മേക്കുന്നുണ്ട്. അപ്പൊ അയാള് ആ മതിൽ കടന്നുകൊണ്ട് അയാളുടെ ആ ആടുകൾ ചിലപ്പോൾ അടുത്തുള്ള മറ്റുള്ളവരുടെ തോട്ടത്തിലേക്ക് പോയേക്കാം. അതെന്താണ്, സംശയാസ്പദമായ മുതലാണ്. അതുപോലെ ഹറാമിന്റെയും ഹലാലിന്റെയും ഇടയിൽ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ എന്താണ്, മുത്തശാബിഹായ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ എന്താകണം, സൂക്ഷിക്കണം. അത് സൂക്ഷിച്ചാൽ അവന്റെ ദീനിനെയും അഭിമാനത്തെയും അവൻ സംരക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അലാ അറിയണ വ ഇന്ന ലികുല്ലി മലിക്കിൻ, എല്ലാ രാജാക്കന്മാർക്കും ഹിമ, ഇങ്ങനെയുള്ള പുൽമേടുകളുള്ള മേച്ചിൽ സ്ഥലങ്ങളുണ്ട്. കാക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമു, അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലുള്ള ഹിമ, അങ്ങനെയുള്ള ആ അതിർത്തിയുള്ള ആ തോട്ടം, അത് മഹാരിമുഹു, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കൽ എന്താകണം, സൂക്ഷിക്കണം. പിന്നീട് പറയുന്നത് അലാ വ ഇന്ന ഫിൽ ജസദി, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുണ്ട് മുളുകത്തൻ, ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം അങ്ങ് നന്നായി കഴിഞ്ഞാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി. ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലു,
ആ കഷ്ടം അങ്ങ് നന്നായി കഴിഞ്ഞാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി. അതങ്ങ് കേടുവന്നാലോ അവന്റെ ശരീരം മുഴുവനും മോശമായി. അലാ വഹിയൽ ഖൽബു, അറിയണേ അതാണ് ഹൃദയം എന്നുള്ളത്. അപ്പൊ ഹൃദയം എന്നുള്ളത് അത് കേടായി പോയാൽ അവന്റെ ശരീരം മുഴുവനും കേടായിപ്പോയി. എന്നാൽ അവന്റെ ഹൃദയം അത് നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായിരിക്കുന്നു. ഒറ്റ മിനിറ്റ്. ഉമ്മത്തിന്റെ മേൽ ഫർലാക്കപ്പെടും എന്ന് പേടിച്ചത് കൊണ്ടാണ് ഞാൻ ജമാഅത്ത് എന്താക്കിയത്, നിർത്തിയത്. പിന്നീട് അത് പുനഃസ്ഥാപിച്ചു. കാരണം പിന്നീട് ഓരോ സ്വഹാബത്തും ഓരോ തൂണിന്റെ ബാക്കിൽ ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിക്കായിരുന്നു. അപ്പൊ പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതെന്തായി പുനഃസ്ഥാപിച്ചു. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബിദ്അത്തിനെ നേരത്തെ പറഞ്ഞു രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ബിദ്അത്തുൻ ഹസന, അതിന്റെ മറ്റൊരു പേരാണ് ബിദ്അത്ത് മഹ്മൂദ എന്ന് പറയും, പ്രശംസനീയമായ ബിദ്അത്ത്. ബിദ്അത്ത് മഹ്മൂദ. പിന്നെ മറ്റൊരു ബിദ്അത്താണ് ബിദ്അത്ത് മദ്മൂമ, ആക്ഷേപപരമായ ബിദ്അത്ത്, ബിദ്അത്ത് മദ്മൂമ. അപ്പോ ബിദ്അത്ത് എന്നാൽ പുത്തൻവാദം എന്നാണ് ഭാഷാ അർത്ഥം. അപ്പോ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് തന്നെയാണ്. അപ്പൊ ആ നബി തങ്ങൾ പഠിപ്പിച്ചതിനോട് വിരുദ്ധമായത് ചെയ്താൽ അത് ബിദ്അത്തുൻ സയ്യിഅ ആണ്. അതുപോലെ ഒരു വ്യക്തി ഒരു ബിസിനസ്സിൽ പങ്കെടുക്കുകയാണ്. അയാൾ എന്താവുന്നു അതില് പൈസ നിക്ഷേപിക്കുന്നു. അവിടെ ചില ഇടപാടുകളിൽ ചിലപ്പോൾ പലിശ വന്നേക്കാം. പക്ഷെ അയാൾക്ക് അത് പലിശയാണോ എന്ന് ഉറപ്പില്ല. എന്നാൽ നാം നേരത്തെ പറഞ്ഞു സംശയാസ്പദമായ കാര്യങ്ങളുണ്ട്, അതിൽ പെടുന്നതാണിത്. ഒരാൾ ഒരു ബിസിനസ്സിൽ കൂടി അയാൾ അതിൽ പൈസ നിക്ഷേപിച്ചു. പക്ഷേ അതിൽ പലിശ ഉൾപ്പെട്ടേക്കാം, പക്ഷെ അയാൾക്ക് എന്തില്ല, ഉറപ്പില്ല. അപ്പൊ ഇത് പ്രകാരം തന്റെ മതം പഠിപ്പിക്കുന്നത് സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിവാക്കണം. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ സംശയങ്ങളെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇങ്ങനത്തുള്ള ബിസിനസ്സുകളിലൊക്കെ കൂടാതിരിക്കലാണ് ഏറ്റവും സൂക്ഷ്മത. എല്ലാരും ക്ലാസ് മനസ്സിലായോ? മാഷ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആ ആ ആ ആ അവിടെ അവര് മുജാഹിദുകളാണ്, അവര് ബിദഅത്തിനെ ഇങ്ങനെ സാധാരണ എന്താക്കലില്ല, ഇനങ്ങളാക്കലില്ല. അങ്ങനെ പോലെ ആക്കാറില്ല. ഓല് ബിദഅത്ത് പുത്തൻവാദം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എതിർക്കലാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം, അതിന് സ്വഹാബത്ത് തന്നെ നിബിദിനം നടത്തിയ ധാരാളം തെളിവുകളുണ്ട്. കാരണം അവര് ചില മഹാന്മാര് പറഞ്ഞൊന്നും സാധാരണ മുജാഹിദുകൾ എടുക്കാറില്ല. അവര് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അവരങ്ങനെ ചോദിക്കുക. ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ടോ? അതെ. ആ ആ ആ ഇല്ലല്ല.
കാരണം ഈ മുജാഹിദുകൾക്ക് മദ്ഹബ് പറഞ്ഞ സാധനമില്ല. ഓല് മദ്ഹബ് അംഗീകരിക്കാത്ത ആളുകളാണ്. നമ്മൾ സുന്നികളാണ് മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകൾ. അവര് മദ്ഹബ് അംഗീകരിക്കൂല. ഇപ്പൊ നമ്മള് ഹനഫി മദ്ഹബ്, ഇപ്പൊ നമ്മള് സുന്നികൾ എന്താകാറുണ്ട്, കുനൂത്ത് ഓതാറുണ്ട് അല്ലെ? പക്ഷെ ഈ മുജാഹിദുകൾ എന്താവൂല, കുനൂത്ത് ഓതൂല. പക്ഷെ അവര് കുനൂത്ത് ഓതാത്തത്, അവര് അതിനെപ്പറ്റി ബിദ്അത്ത് അവര് പറയല്. പക്ഷെ നമ്മളെ ഷാഫി മദ്ഹബിൽ യഥാർത്ഥത്തിൽ എന്തുണ്ട്, ഷാഫി ഇമാം കുനൂത്ത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഹനഫി മദ്ഹബിൽ എന്തില്ല, കുനൂത്തില്ല. നമ്മള് ഹനഫി നാട്ടിൽ ചെന്നാല്, ഏറുവാടി അതുപോലെ സ്ഥലങ്ങളൊക്കെ ചെന്നാല് അവിടെ നിസ്കാരങ്ങൾക്കൊന്നും ഉണ്ടാവില്ല, കുനൂത്ത് ഉണ്ടാവില്ല. അതെന്താണ്, എന്താണ്, ഹനഫി മദ്ഹബാണ്. അപ്പോ ഒരു മദ്ഹബ് അനുസരിച്ച് ജീവിക്കുമ്പോ ആ മദ്ഹബിൽ തന്നെ നിങ്ങൾ എന്താക്കണം, പാലിക്കണം. അപ്പൊ ഈ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല, മദ്ഹബില്ല. അപ്പൊ അവരെന്ത് അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്നത് അറിയില്ല. ആ ബിദഅത്ത് ഏതാണ് നല്ലത്, ഏതാണ് സയ്യ, അത് എന്താണ്, നമ്മളെ മഹാന്മാര് പഠിപ്പിച്ച കാര്യങ്ങൾ, ഇപ്പോ എന്താണ് നബിദിനാഘോഷം, അതുപോലെ ഹദീസിൽ വന്നാണ് തറാവീഹ് നിസ്കാരം. അപ്പൊ ഇതൊക്കെ എന്താണ്, ഉറപ്പായിട്ട് ഹദീസിൽ വന്നതാണ്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ എന്താകണം, നമ്മളെ ഉസ്താദുമാര് പറഞ്ഞിങ്ങനെ എന്താകണം, കേട്ട് വരണം. നമ്മളെ മഹാന്മാര് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഓരോ കാലത്തും ഇങ്ങനെ എന്താണ്, പരിവർത്തനങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് യഥാർത്ഥത്തിൽ അതിന്റെ അതേപടി മനസ്സിലാക്കണമെങ്കിൽ എന്താണ്, നിബിധങ്ങളിൽ നിന്ന് ആ പരമ്പരായിട്ട് വന്ന ആ പാത തന്നെ കിട്ടണം. അപ്പോഴെന്താവുള്ളൂ, യഥാർത്ഥത്തിൽ മനസ്സിലാകുള്ളൂ. അപ്പൊ നമുക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ എന്താക്കണം, നമ്മുടെ ഉസ്താദുമാരോട് ചോദിച്ചിട്ട് സംശയങ്ങൾ തീർക്കണം. ഇപ്പൊ സാധാരണക്കാർക്ക് ചിലപ്പോ എന്താവൂല, ഇത് എന്താണ്, ബിദഅത്തുൻ ഹസനയാണോ ബിദഅത്തുൻ സയ്യ എന്താവൂല, പെട്ടെന്ന് മനസ്സിലാവൂല. അതെ. അതൊക്കെ ഇബാദത്ത് തന്നെയാണല്ലോ. അതൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ തന്നെയാണല്ലോ. അപ്പൊ ഹദ്ദാദ് റാത്തീബ് എന്നുള്ളത് അത് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ്, രാവിലെ ദിക്റുകൾ ചെല്ലണം, അതുപോലെ വൈകുന്നേരം ഇന്ന ദിക്റുകൾ ചെല്ലാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ എല്ലാ ദിക്റുകളും, നബി തങ്ങൾ പഠിപ്പിച്ച എല്ലാ ദിക്റുകളും ഒരുമിച്ച് കൂട്ടിയതാണ് ഹദ്ദാദ്. അതെ, അവര് വിദഗ്ധാന്ന് പറയും. അതിനെ സംബന്ധിച്ച് വിദഗ്ധ പറയേണ്ട ആവശ്യമില്ല, കാരണം നബി തങ്ങൾ ചെയ്തതാണല്ലോ. ആ. പിന്നെന്താണ് സംശയങ്ങളില്? അതെ, പൊതുജനങ്ങൾക്ക് എന്താവൂല, അതറിയൂല. കാരണം ഈ ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ മുത്തശാബിഹായ സംശയാസ്പദമായ കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അധികരിച്ച ആളുണ്ടാവൂല, അതിനറിയില്ല. അതുകൊണ്ട് ആ സംശയമുള്ള കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവൻ എന്തായിരിക്കുന്നു, അവന്റെ ദീനിനെയും അവന്റെ അഭിമാനത്തെയും സംരക്ഷിച്ചിരിക്കുന്നു. ആ അതെ അതെ. അതെ, അതിലൊക്കെ കുറെ സംശയങ്ങളുടെ മസലയാണ് നമ്മള് ക്യാമറന്റെ വിഷയമൊക്കെ. ഇല്ലല്ല. അപ്പൊ എല്ലാരും പേരൊന്ന് ടൈപ്പ് ചെയ്ത് വിടിട്ടോ നമ്മളെ ഇതില്.
മെസ്സേജസിൽ? അപ്പോൾ ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാണ് എന്ത്, നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ പെട്ടതല്ലാത്തൊരു കാര്യം ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അതെന്താണ്, തള്ളപ്പെടേണ്ടതാണ്, അത് സ്വീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഖുർആൻ സമാഹരണം, ഖുർആൻ ഒരുമിച്ച് കൂട്ടി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് എന്തായിട്ടില്ല, ഒരു പുസ്തകമായിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ടില്ല. അന്ന് ഓരോ സ്വഹാബത്തിൻ്റെയും ഹൃദയങ്ങളിലായിരുന്നു ഖുർആൻ ഉണ്ടായിരുന്നത്. അതുപോലെ കല്ലുകളിലൊക്കെ കൊത്തിവെച്ചതായിരുന്നു. എന്നാൽ യമാമ യുദ്ധം എന്നൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ കുറെ സ്വഹാബികൾ എന്തായി, വഫാത്തായി, അങ്ങനെ ഷഹീദായി. അപ്പോൾ ആ സമയത്ത് പരിശുദ്ധമായ ഖുർആൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അതൊരു ഗ്രന്ഥമായി, ഒരു മുസ്ഹഫായി രൂപപ്പെടുത്തി. അപ്പൊ ഇതെന്താണ്, ഒരു പുതിയ രൂപത്തിൽ അല്ലെ ഖുർആൻ സംരക്ഷിക്കുക. അതൊക്കെ ഇതിൽപ്പെട്ടതാണ്, നേരത്തെ പറഞ്ഞതുപോലെ ബിദ്അത്തുൻ ഹസനയിൽപ്പെട്ടതാണ്. അപ്പോ ചുരുക്കി പറഞ്ഞ ഇസ്ലാമിക തത്വത്തിന് അനുയോജ്യമായ രൂപത്തിലാണെങ്കിൽ അതെന്താണ്, ബിദ്അത്തുൻ ഹസനയാണ്. അതുപോലെ ജുമുഅയുടെ 2 ബാങ്കുകളുണ്ട്. ജുമുഅയുടെ 2 ബാങ്ക് അത് നടപ്പിലാക്കിയത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ അക്കാലഘട്ടത്തിൽ മദീന എന്നുള്ളത് വികസിക്കുകയും ആളുകൾ കുറെ കച്ചവട തിരക്കുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്കൊക്കെ ഒരു പള്ളിയിലെത്താൻ സമയം ലാഭിക്കുന്നതിനായി സൗറാ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വെച്ച് ഒരു ബാങ്ക് കൂടി അധികമായി നൽകാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു. അതുപോലെ നേരത്തെ നമ്മളെ സക്കിയുദ്ദീൻ ചോദിച്ചതുപോലെ മീലാദ് ആഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അവിടുത്തെ സ്നേഹം പ്രകടിപ്പിക്കുക, അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഇസ്ലാമിൽ എന്താണ്, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ എങ്ങനെ വേറെ എന്തെങ്കിലും നൂറ് എന്തെങ്കിലും പറഞ്ഞോ? എങ്ങനെ? അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഇസ്ലാമിൽ എന്താണ്, അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഖുതുബ എന്നുള്ള അറബിയിലാണ് ആയിരിക്കേണ്ടത്. കാരണം ഖുതുബന്റെ ഷർത്താണ് എന്ത്, അറബിയിലാവുക എന്നുള്ളത്. എങ്ങനെ മുസ്ഹഫ്? അതൊക്കെ ഇബാദത്തിൽ പെടും. അപ്പോ നമ്മള് ബിദ്അത്തിന്റെ ഇനങ്ങൾ എത്രയാണ് പറഞ്ഞ? 2. അപ്പൊ ഒന്ന് ബിദ്അത്തുൻ സയ്യിഅ. എങ്ങനെ? ബിദ്അത്തുൻ മഹ്മൂദ എന്ന് പറയും. അതുപോലെ ബിദ്അത്തുൻ സയ്യിഅക്ക് ബിദ്അത്ത് മദ്മൂമ എന്ന് പറയും. പിന്നീട് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ നമ്മുടെ ശരീരം മുഴുവനും നന്നായി. അത് മോശമായാൽ നമ്മുടെ ശരീരം മുഴുവനും മോശമായി എന്ന് പറഞ്ഞു അല്ലേ? അപ്പോ ശുദ്ധമായ ഹൃദയം ഉണ്ടായിരിക്കണം എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതുപോലെ ബിദ്അത്തും സംശയാസ്പദമായ കാര്യങ്ങളും ഒഴിവാക്കാൻ
അത് നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? അശുദ്ധമായ ഹൃദയം അള്ളാഹുവിന്റെ എന്താണ്, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ഒരു കാര്യം എന്താവൂല, ചെയ്യൂല. അതുപോലെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു പ്രവർത്തനവും ചെയ്യൂല. അതെ, അതൊക്കെ ഇതില് പെട്ട് നമ്മള് പറഞ്ഞതില്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് ബുദ്ധിമുട്ടാവുന്നൊക്കെ എന്താണ്, ഒരു തെറ്റ് ചെയ്യുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചോളം അവരുടെ മനസ്സിൽ എന്തുണ്ടാവും, ഒരു പ്രയാസം ഉണ്ടാവും. ആ തെറ്റ് ചെയ്ത്, പക്ഷെ ഈ തെറ്റിൽ അത് ചില ആളുകൾ പിന്നെ തെറ്റിലാണ് മുഴുകുമ്പോ. അതെ. അപ്പൊ യഥാർത്ഥ ഒരു എന്താണ്, ഒരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അവന് എന്തുണ്ടാവും, വിഷമം. അപ്പോൾ നമ്മള് എന്താണ്, നമുക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒഴിവാക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക. നിനക്ക് സംശയമുള്ള ഒരു കാര്യത്തിൽ നിന്നും സംശയമില്ലാത്ത കാര്യത്തിലേക്ക് എന്താകണം, നീ നീങ്ങണം. അപ്പൊ ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമാണെങ്കിൽ അതിൽ നിന്ന് എന്താകണം, മറ്റൊന്നിലേക്ക് നീങ്ങണം. ആ, ആ. അതെ, ധാരാളം തെറ്റ് ചെയ്യുമ്പോൾ എന്താവും, അത് കേടുവരുമല്ലോ. കാരണം ആ തെറ്റുകൾ ചെയ്യുന്നതനുസരിച്ച് ഹൃദയം കടുത്തു പോകുന്ന, അപ്പോഴാണ് പിന്നെ ശരീരം എന്താവും, മൊത്തത്തിൽ എന്താവും, നാശമുള്ളതായി തീരും. സംശയാസ്പദമായ കാര്യങ്ങളൊക്കെ എന്താക്കണം, ഉപേക്ഷിക്കണം. അപ്പൊ ആ സംശയമുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള വഴികൾ എന്തൊക്കെ? ഒന്ന്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ വാക്യം അത് മുൻനിർത്തി നാം ചിന്തിക്കണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇത് അനുവദനീയമാണോ, ഇത് അനുവദനീയമല്ലേ, ഇത് എൻ്റെ സുരക്ഷയുള്ളതാണോ എന്നൊക്കെ നാം ചിന്തിക്കണം. അതുപോലെ നമ്മുടെ മനസ്സാക്ഷിയോടൊരു ശബ്ദമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, പുണ്യം എന്നത് ഒരു മനസ്സിനൊരു സമാധാനം നൽകുന്നതാണ്, പുണ്യമായ കാര്യം. എന്നാൽ പാപം എന്നത് മനസ്സിൽ എന്താണ്, ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നേരിയ രൂപത്തിൽ ഒരു ഭയം ഉണ്ടെങ്കിൽ, ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതെന്താണ്, ഒഴിവാക്കലാണ് നല്ലത്. അതുപോലെ എന്താണ്, അതിരുകൾ എന്താക്കണം, തിരിച്ചറിയാൻ കഴിയണം. നമ്മളെ ഹദീസിൽ പറഞ്ഞു, ഏതുപോലെ കറായി, അല്ലെ, മേക്കുന്ന ആളെ പോലെ. അയാൾ എന്താണ്, ഒരു പുൽത്തടിക്ക് ചുറ്റും ഇങ്ങനെ ആടുകൾ എന്താണ് മേക്കാണ്. അപ്പൊ ഏതു നിമിഷവും ആ ആടുകൾ എന്താ, അതിര് വിട്ട് കിടക്കാൻ സാധ്യമാണ്. അപ്പൊ ഹറാമിന് തൊട്ടടുത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം അറിയാതെ ചിലപ്പോൾ ഈ തോട്ടത്തിൽ നിന്നും ഈ ഹറാമിലേക്ക് ചിലപ്പോൾ എന്താകും, പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹറാമാണ് എന്ന് സംശയമുള്ള കാര്യങ്ങളൊക്കെ എന്താക്കണം, ഒഴിവാക്കണം. നാലാമത്തെ ഒരു കാര്യത്തിലുള്ളത്, നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ ആരോട് ചോദിക്കണം, അറിവില്ല ആളുകളോട് എന്താക്കണം, ചോദിക്കണം. 5, ആത്മവിശുദ്ധി നേടണം. അപ്പൊ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവും. വദഅമായുരീബുക ഇലാമാല യുരീബുക്ക്. നിന്നെ സംശയിപ്പിക്കുന്ന ഒന്നിനെ നീ ഒഴിവാക്കണം, ഇലാമാല യുരീബുക്ക്, സംശയമില്ലാത്തടത്തേക്ക്. അപ്പൊ സംശയമുള്ള എന്താക്കുക, ഉപേക്ഷിക്കുക. എന്നിട്ട് സംശയമില്ലാത്തത് എന്താവുക, നീ ജീവിതത്തിൽ ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ.